എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു അടിപൊളി ഫേസ് മാസ്ക് ആണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഫേസ് മാസ്ക് ഉണ്ടാക്കുന്നത്. ഒരു 4-5 പീസ് ഡേറ്റ്സ് മാത്രം മതി ഇതിന്. പിന്നെ കുറച്ച് കാപ്പിപ്പൊടിയും പിന്നെ കുറച്ച് തേനും മാത്രം മതി. ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാം. നമ്മുടെ സ്കിന്നിൽ വരുന്ന പിഗ്മെൻറ്റേഷൻസും പിന്നെ കണ്ണിനടിയിൽ വരുന്ന ഡാർക്ക് സർക്കിൾസും പിന്നെ സൺ ടാൻസിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് ഇത്. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ബെസ്റ്റ് റിസൾട്ട് പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. ആ രീതി ഫോളോ ചെയ്താൽ മതി. വേറെ ഒന്നുമല്ല, നിങ്ങൾ ട്വൈസ് ഇൻ എ വീക്കാണ് നിങ്ങളുടെ ഫേസ് സ്ക്രബ് ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ സ്ക്രബിങ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്താൽ മതി. സ്ക്രബ് ചെയ്തതിന് ശേഷം സ്ക്രബ് കഴുകി കളയുക. അതിനുശേഷം ഒരു 5 മിനിറ്റ്സ് ലേറ്റ് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ജെൻറ്റ്ലി അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക ഫേസിൽ. അതിനുശേഷം നിങ്ങൾക്കിത് ചെറിയൊരു ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ട്വൈസ് ഇൻ എ വീക്ക് തന്നെ ചെയ്താൽ മതി. സ്ക്രബിനോടൊപ്പം ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് മുൻപായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള എൻ്റെ ഫേസ് നിങ്ങളൊന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കമ്പാരിസൺ നടത്താൻ പറ്റും. ബിഫോറും ആഫ്റ്ററും ഞാനതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈസിലി നിങ്ങൾക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്ത് ചേഞ്ചാണ് വരുന്നത് എന്നുള്ളത്. ഞാനിപ്പോൾ ഇത് കുറച്ച് നാളായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡിഫറൻസ് എൻ്റെ ഫേസിൽ ശരിക്കും വന്ന് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളും അപ്പോൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് ബാക്കി പറയാം. കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് കേട്ടോ എന്റെ പ്ലെയിൻ ഫേസ്. ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഫേസ് ഇല്ലേ, പോസ് ഒക്കെ ഉണ്ട് കേട്ടോ എന്റെ ഫേസിൽ. 2 സൈഡിലും പോസ് ഉണ്ട്. അപ്പൊ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണം വീട്ടില് എല്ലാവരും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു 4-5 പീസ് ഡേറ്റ്സ് മതി. ഇത് 1 മണിക്കൂറോളം ആയിട്ടുണ്ട് ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പോലെ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ഈസിലി ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുതിർത്ത് വയ്ക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് കാപ്പിപ്പൊടിയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് എടുക്കാം. ഞാനിവിടെ ബെസ്റ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. തേൻ വേണം. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നല്ല പ്യുവർ ആയിട്ടുള്ള തേൻ എടുക്കുക. ഇത് 3ഉം കൂടിയിട്ട് കൈ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ ഫേസ് സ്ക്രബ് ചെയ്യാം. വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് ലേറ്റ് നമുക്ക് ഇതുപോലെ ജെന്റ്ലി അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം. യെസ്, അപ്പോൾ ഇതാണ് കേട്ടോ ആഫ്റ്റർ വാഷ് എന്ന് പറയുന്നത്. ഇതാണ് ഫേസ്, കാണുന്നുണ്ടല്ലോ. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ. ചെയ്യുന്നതിന് മുന്നേ ഒരു ബെസ്റ്റ് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ എങ്ങനെയാണ് സ്ക്രബ് ചെയ്യാറുള്ളത്, ആ സ്ക്രബ് ചെയ്യുന്ന ദിവസം ഇത് ചെയ്താൽ മതി. ഒരു ദിവസം 2 ദിവസം ഒക്കെ ചെയ്തിട്ട് നിർത്തരുത് കേട്ടോ. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അപ്പൊ മറക്കരുത്, ട്രൈ ചെയ്യാം. നമ്മളുടെ മുഖത്തെ ഡേർട്ടും ഒക്കെ പോയി കിട്ടും. നല്ലൊരു മാസ്ക് ആണ്, നല്ലൊരു ഫേസ് മാസ്ക് ആണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. സപ്ലൈ ആയിട്ടിരിക്കും സ്കിന്ന്. ഓക്കെ, ബൈ.